വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ തേടും കണ്ണിലൂടെ മായും നോവിലൂടെ വീണ്ടും പൊരുകില്ലേ വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഓർക്കാതെ വന്നു വീഴും തൂമഞ്ഞിൻ തുള്ളി പോലും നീ വരാനായി ഇവനാന്തം ഏതൊരോമൽ കൂടിനുള്ളിൽ അത്രമേലിഷ്ടമായി കാത്തുവോ വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ചടങ്ങുകളിലേക്ക് നീങ്ങിയിരിക്കും. വിളിവു നിറഞ്ഞോരീശോനിൻ വെളിവാൻ കാണുന്നു വെളിവിയടിയാരകില ധാരമതാ വെളിവും നീ ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പേ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആകാശവും ഭൂമിയും തന്റെ സ്തുതിയോട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നാനും വരുവാനിരിക്കുന്നു. അതിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമല്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമല്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമല്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാവികളായ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ നിനക്ക്
നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധമുള്ള കനിയേ മർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രിയനായ കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചുവല്ലോ, എന്നോട് തിമരണ ചെയ്യണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ചിട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന എന്റെ മുമ്പാകെ പോലെയും എന്റെ കൈകളിൽ നിന്ന് കാഴ്ച സന്ധ്യയുടെ വഴിപാട് പോലെയും ഇരിക്കുമാറാകണമേ. എന്റെ ഹൃദയം ഒരു ദുഷ്കാരത്തിന് ചായാതെയും ഞാൻ ന്യായകൃതികളെ പ്രവർത്തിക്കാതിരിക്കുവണ്ണം എന്റെ വായ്ക്ക് കാവൽക്കാരെയും എന്റെ അധരങ്ങൾക്ക് കാവൽക്കാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോട് ഞാൻ ചെയ്തു മാറാൻ നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്ത ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയ്ക്ക് ഒഴിവാകാതിരിക്കട്ടെ. എന്തെന്നാ എന്റെ പ്രാർത്ഥന ദോഷബദ്ധമാണെന്നവരെ ഉയർത്താക്കൾ. ആരവനെ തടയപ്പെട്ടു വചനങ്ങളെ അവർ കേട്ടു. ഭൂമിയെ പിളർക്കുന്ന പോലെ ശോകമായി കയറിയ അവിടെ അസ്ഥികൾ ചിത്രപ്പെട്ടു. കർത്താവേ, ഞാൻ എന്റെ കണ്ണുകളെ നിന്റെ അടുക്കിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കരികൾ മറിച്ച് ചില പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്ന ന്യായകാലങ്ങളുടെ വരവിൽ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ആത്മാവ് ഉണർത്തപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ ഞെരുക്കത്തെ അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഓടുവഴികളെ അറിയുന്നുവല്ലോ. എന്റെ നടപ്പുകളുടെ വിടം എനിക്കായി കരികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി. എന്നെ അറിയാൻ സങ്കടം എനിക്കില്ലാതെയായി. എന്റെ ദൈഹിക്കേണ്ടി പറഞ്ഞു ചോദിക്കുന്നതിനുമില്ല. കർത്താവെ, ഞാൻ എടുക്കുന്നതിനെ വിളിച്ചു. കർത്താവെ, ജീവിച്ച ദേശത്ത് ആശ്രയം എന്റെ ഓഹരിയും യാതൊരു ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കൊണ്ട് എന്റെ അപേക്ഷയെ സൂക്ഷിച്ച് കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടിയിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യാനായിട്ട് എന്റെ ആത്മാവിനെ കാരാക്കിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉത്തരമല്ലി ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ കാര്യങ്ങളൊക്കെ വിളക്ക് എന്നോട് പ്രകാശമാകുന്നു. നീതികളെ ആചരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവിന്റെ ഒരു പ്രാർത്ഥന ജീവിപ്പിക്കണമേ. കർത്താവിന്റെ വായിൽ വചനം ഇഷ്ടപ്പെടുന്നതിനായി എന്നെ പഠിപ്പിക്കണമേ. എന്റെ ദേഹിയിലായപ്പോഴും നിന്റെ കൈകളിൽ ഇരിക്കുന്നു. നിന്റെ വേദപ്രമാണത്തെ ഞാൻ മറന്നില്ല. പാപികൾ എനിക്കായിട്ട് കെണികളെ മറച്ചു വെച്ചു. എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോയില്ല. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടതാകുന്നു. ദേവമാതാവായ വിശുദ്ധ കന്യകേ മർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും പ്രത്യേക മറ്റന്നാൾ നടക്കാൻ പോകുന്ന പ്രിയമകനോട് കൂടെയും മകനോട് ഒരുക്കപ്പെടുന്ന പ്രിയമോ മകളോട് കൂടെയും നമ്മുടെ ദൈവത്തോടുകൂടെയും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എങ്കിൽ ആ കുടുംബം തകർച്ചയിലെത്തിച്ചു വരും. ദുഃഖം മാത്രമാണ് എങ്കിലും ആ കുടുംബം തകർച്ചയിലേക്ക് എത്തിച്ചു വരും. നമുക്കറിയാം, മനോഹരമായ രീതിയിൽ ഏറ്റവും വളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഇല്ലാതെ വഴികൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം ഓടിക്കുന്നതായ ഡ്രൈവർ ആ വഴിയെ കൂടുതൽ ചിന്തിക്കുകയില്ല. പരമാവധി സ്പീഡിലേക്ക് അതിൻ്റെ ആക്സിലേറ്റർ ചവിട്ടി വിടുമ്പോൾ വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെയാണ് വളവുകളും ഗട്ടറുകളുമുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെയും സമ്മിശ്രമായിരിക്കുന്ന ഒരു വഴിയാണ് എങ്കിൽ എപ്പോഴും ആ വാഹനം ഓടിക്കുന്ന അതിൻ്റെ ഡ്രൈവർ ഏറെ ഊർജ്ജസ്വതയോടുകൂടെ അതിനെ നിയന്ത്രിക്കാൻ തക്കവണ്ണം താല്പര്യത്തോടുകൂടെ ആയിരിക്കുകയാണ്. കുടുംബജീവിതത്തിലും ഈ കുടുംബജീവിതത്തിൻ്റെ
ഡ്രൈവറായിരിക്കുന്ന പ്രിയ മകനും അവന് വേണ്ടി ഒരുക്കുന്ന മകളും അവർ ചേർന്ന് ഈ കുടുംബജീവിതമാകുന്ന വാഹനത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒപ്പം തന്നെ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയും ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ മധുരം വയ്ക്കുമ്പോൾ ഇവിടെ മധുരത്തോട് തന്നെ ഉപ്പിനെയും ചേർത്തുകൊണ്ട് അവരുടെ കുടുംബജീവിതത്തിലേക്ക് അത് ചേർത്ത് വയ്ക്കുമ്പോൾ ആ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാം സമ്മിശ്രമായിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ആ ജീവിതത്തെ രുചിച്ച് അറിയുവാൻ, അത് അനുഭവിച്ച് അറിയുവാൻ ഇവർക്ക് സാധ്യമായി തീരണം. നന്മകളുടെ സന്തോഷത്തിൻ്റെ ഒരു ജീവിതമായിരിക്കാൻ ദൈവം എല്ലാ കൃപയും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന് ആശംസിക്കുകയാണ്. നന്മകൾ നേരുന്നു. ഇപ്പോൾ അതിന് വയ്ക്കുകയാണ്. അത് മുന്നമേ കൈ മധുരം വെക്കട്ടെ. എന്നിലെ പുഞ്ചിരി നീയും നിന്നിൽ പൂത്തൊരു ഞാനും നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്ന കിനാവും പുഞ്ചിരി ചന്തമേ മധുരം എടുത്തോട്ടെ. മധുരം എടുത്തോട്ടെ. മറന്നെല്ലാം അന്നു നാം ഉള്ളാൽ രണ്ടിണയാ ലോകം പിന്നെ നാളൂരഴകാ അന്നോളം തീരാവേനലും പ്രാണന്റെ വിങ്ങും നീരലും പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായമായി നടന്നിടാം
പാതിരപ്പുള്ളുണർന്നു പരമുള്ള കാടുണർന്നു പകുളം കൂട്ടിലേ കാറ്റുണർന്നു പാതിരപ്പുള്ളുണർന്നു പരമുള്ള കാടുണർന്നു പകുളം കൂട്ടിലേ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കശീലമ്പൊടി നീ മാത്രം ഉറക്കമില്ലേ ഇണക്കമില്ലേ പാതിര ഉള്ളുണർന്നു കരമുള്ള കാടുണർന്നു പകുളം കൂട്ടിലേ കാറ്റുണർന്നു. നാളിൽ പെണ്ണും പൊന്നും ചേരുന്ന കല്യാണമായി മലയോര നാടി തിളകും ജനമാകെ വന്നു നിറയും പള്ളിയിലെത്തും നാണക്കാരൻ തങ്കം പോലുള്ളോരാ പയ്യൻ മാലാക പെണ്ണെ നീയും വന്നാൽ പിന്നെ ആഘോഷമാ മലയോര നാടി തിളകും ജനമാകെ വന്നു നിറയും പള്ളിയിലെത്തും നാണക്കാരൻ തങ്കം പോലുള്ളോരാ പയ്യൻ മാലാക പെണ്ണെ നീയും വന്നാൽ പിന്നെ നാളിൽ പെണ്ണും പൊന്നും ചേരുന്ന കല്യാണമായി മലയോര നാടി തിളകും ജനമാകെ വന്നു നിറയും പള്ളിയിലെത്തും നാണക്കാരൻ തങ്കം പോലുള്ളോരാ പയ്യൻ മാലാക പെണ്ണെ നീയും വന്ന പിന്നെ തിന്നാനായി എല്ലും കപ്പയുമുണ്ടല്ലോ നാവിൽ കൊതിയേറും പാനിയും പഴവും ആവേശം പ്രാമലയിതാകയുണ്ട് വീടിൻ നിറമുറ്റത്ത് അമ്മ മനമാശ പൂക്കും പൂവായി അരികോരത്ത് ചേലൊരുങ്ങി വീടിനാകയോളമായ പെങ്ങന്മാരും രണ്ടാളും ഒന്നായി മാറി നെഞ്ചിൽ തഞ്ചും നാളിൽ പെണ്ണും പൊന്നും ചേരുന്ന കല്യാണമായി
इश्क लड़ाना उसके बाद लाऊंगा, पहले इश्क लड़ाना उसके बाद लाऊंगा, तेरे वास्ते फलक से मैं चांद लाऊंगा, 16-17 सितारे संग बांध लाऊंगा, न जमाना से जबावो मुरसाओ में लबद जबासो नैनो बिना कानो अदिको अम्माडी पुदुसा गोवा पाले ये तेरे पाया सोते कुदा काते ये बीसला काताली तेरा nunca valea, nunca valea. सारी सारी रात जगावे यादां जिक्र करावे एक ना सुभावे ओके मारा जिंद चालू करा तेरी, ओके मारा जिंद चालू करा. बारिश के आने से तेरे भीग जाने से धड़कना दिल का देखो तेरे पास आने से सजना ये वाला हमसे करे चल जाए दुनिया रे तू प्यार इतना से लगता है तेरे सितारे की Hold up. തുടങ്ങാൻ ആരംഭിക്കേണ്ട. Yo soy Pablo Emilio Escobar Gaviria.
ഇനിയുള്ളത് ഞാൻ പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ ആലോചിക്കും നുണുക്ക് വിദ്യകളാ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം മുത്താനും മുകിലാനും മുത്തമേകണം ആരാധകരെ ശാന്തരാകി ബാട്ടിക്കാതെ വന്ന് കുസ്റ്റ് പറഞ്ഞത് പഞ്ചിന് വെച്ച് ഊട്ടം ഉണ്ടാക്കി കൊണ്ടാണ് പറ്റേ തൊട്ടാലയ്യ ഊട്ടാതെ തൊട്ടത്തിന് തൊട്ടാതെ തൊട്ടത്തിന് നേർത്താതെ അവരെ പഠിപ്പിക്കും തൊട്ടാലയ്യ ഊട്ടാതെ തൊട്ടത്തിന് തൊട്ടാതെ തൊട്ടത്തിന് നേർത്താതെ അവരെ പഠിപ്പിക്കും. என்ன மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற ரஞ்சிதமே 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 மனச கலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே உன்ன மாதிரி வலிக்கு கொஞ்சமே കൊള്ളാം, യവനാള് കൊള്ളാം. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടി സാക്കളെ കേരള ഫയർഫോഴ്സിനും ഇവരുടെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അസുരനിരാവണ ഹർഷകൂട്ടമാണ് പത്ത് ബന്ധ രാക്ഷസരാടാ പത്തുതല വീര്യം പത്തനാടിൻ ശൗര്യം കുട്ടമണ കാത്തൊരു വീരൻ കേസന്തോറും ചുമ്മാതെ എന്നാളും കണ്ടോരാ തോക്കിലേലും കയ്യൂക്കി പന്തേടും കണ്ടോരാ ഞങ്ങൾ വികാരമുള്ള കൈകൾ കരാറ കേട്ട് നോക്കാതിടം വരും പിരാന്തോടെ കണ്ണെ പെരാതിരുന്ന കൊള്ള വിടഞ്ഞൊടുങ്ങി തീർന്നേക്കാവണ്ണ ഹരിച്ച കൂട്ടമാണട പത്ത് പന്ത് രാക്ഷസരാടാ പത്ത് തല വീരം കൊട്ടനാടി ശൗര്യം കുട്ടുമണ കാത്തൊരു വീരം
മറന്നിടാതെ ചടങ്ങിലാക്കും ഞാനോ നിരന്തരം പോലും പരാതിയില്ലാതെ സവാരിയാകാൻ പോരുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി. എന്താണ് എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? മാജിക് ഇഷ്ടപ്പെടുന്നില്ലേ? മാജിക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കൂടണം. മാജിക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കൈയടിക്കണം. കാരണം ഒരു പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദത്തോടുകൂടി അടുത്ത ഐറ്റത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പ് എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു കറൻസി, ഒരു നോട്ട്, ഇന്ത്യൻ കറൻസിയോ, ഇതിനകത്ത് ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ഉണ്ട്, ഡോളറോ യൂറോയോ ഏതെങ്കിലും ഒരു കറൻസി അല്പനേരത്തേക്ക് ഒരു ചെറിയ മാജിക് അവതരിപ്പിക്കുന്നതിനാണ്. ഇപ്പൊ തന്നെ തിരിച്ചു തരാം. ആരെങ്കിലും ഉണ്ടോ? ഒരു കറൻസി തരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പുറകോട്ട് മാറി. കാരണം ഇത് മാജിക് ആണ്, തട്ടിപ്പാണെന്നറിയാം. എന്നാൽ മാജിക് എന്ന് പറഞ്ഞാൽ തട്ടിപ്പല്ല. ഇത് ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെയാണ് നഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോട് തന്നെയാണ് നമ്മുടെ തങ്കച്ചേട്ടൻ തന്നത്. പേഴ്സിനകത്ത് 500-ന്റെ 200-ന്റെ നോട്ട് ഇരിക്കുന്നുണ്ട്. അത് വളരെ വിദഗ്ധമായിട്ട് പുറകോട്ട് തള്ളിയിട്ട് ഏറ്റവും ചെറിയ ഒരു 50-ന്റെ നോട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. പേടിക്കേണ്ട, തങ്കച്ചേട്ടൻ്റെ പൈസ നഷ്ടപ്പെടുകയില്ല. ഇത് ഒരു മാജിക്കിൽ കൂടി ഒരു ചെറിയൊരു കോമഡി അവതരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ സാധാരണ ഒരു കറൻസി നമ്മൾ ഒരു ബാങ്കിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇത് കള്ളനോട്ടാണോ ഒറിജിനൽ ആണോ എന്നറിയാൻ എന്ത് ചെയ്യണം? ബാങ്ക് ഉദ്യോഗസ്ഥർ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു നോക്കും, അല്ലെങ്കിൽ ഒരു മെഷീനകത്തിട്ട് നോക്കും. എന്നാൽ ഒരു മജീഷ്യനെ സംബന്ധിച്ച് ഒരു കറൻസി കിട്ടിയാൽ അത് കള്ളനോട്ടാണോ ഒറിജിനൽ ആണോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്ന് നോക്കാം.
അപ്പോൾ തകഴിയുടെ കയ്യിൽ നിന്ന് ഒറിജിനൽ ആണോ കള്ളനോട്ടാണോ? അല്ല, ഇത് ഒറിജിനൽ 50 രൂപ നോട്ട് തന്നെയാണ്. റിസർവ് ബാങ്ക് അടിച്ചിരിക്കുന്ന ഒറിജിനൽ 50 രൂപ നോട്ട് തന്നെയാണ്. ഈ ഇരിക്കുന്ന ഓഡിയൻസിൽ മാജിക് ലിങ്ക് ഉള്ള കുറച്ച് പേർ മാത്രമുണ്ട്, വളരെ ചുരുക്കം ആളുകൾ. അവർക്ക് മാത്രം ഇത് ഒറിജിനൽ 50 അല്ലെങ്കിൽ 50ന്റെ ഷെയ്ഡോ ആയിട്ട് കാണുന്നുണ്ട്. ആരും നുണ പറയരുത്. മാജിക് ലിങ്ക് ഉള്ളവർക്ക് മാത്രം ഇത് 50ന്റെ ഷെയ്ഡോ അല്ലെങ്കിൽ ഒറിജിനൽ 50 ആയിട്ട് കാണുന്നുണ്ട്. അവർ മാത്രം ഒന്ന് കൈപൊക്കി. 1 2 3 4 പേര്. ഓക്കെ, ഈ വൈറ്റ് പേപ്പർ ആയിട്ട് കാണുന്നവർ കൈപൊക്കി. ഓക്കെ, ഭൂരിപക്ഷം ആളുകളും വൈറ്റ് പേപ്പറാണ്. ഓക്കെ, പേടിക്കണ്ട, തങ്കച്ചേട്ടൻ പേടിക്കണ്ട. ഈ പ്രോഗ്രാം കഴിയുന്നവരെ ഈ കറൻസി കയ്യിൽ വെക്കുക. അപ്പോൾ പ്രോഗ്രാം തീരുമ്പോൾ എല്ലാവർക്കും ഇത് 50 രൂപ നോട്ടായിട്ട് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് എൻ്റെ മൂത്ത മകൻ മിനോൺ മേക്കുമാലി, അദ്ദേഹം 6ലാണ് പഠിക്കുന്നത്. അങ്കമ്പാടിയിൽ പഠിക്കുമ്പോൾ തന്നെ മാജിക്കിൻ്റെ ആദ്യ അക്ഷരം കുറിച്ചതാണ്. എന്നാൽ ഇതുവരെയും ഞാൻ സ്റ്റേജിലൊന്നും അങ്ങനെ വിടാറില്ല. കാരണം മെയിൻ ഇമ്പോർട്ടൻ്റ് പഠിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ ശേഷമാണ് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ. എന്നിരുന്നാലും പുള്ളി വളരെ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂൾ ആനിവേഴ്സറിക്ക് 2-3 ഐറ്റം ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ മിനോണിന് ഒരു 3-4 ഐറ്റം ചെയ്യണമെന്നുണ്ട്. ഇനി അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
മ്യൂസിക് എന്തിട്ട് ഓക്കെ. അപ്പോൾ മാജിക് എന്ന് പറയുമ്പോൾ ഞാനൊരു 3-4 ഐറ്റമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 1-2 ഐറ്റത്തോടു കൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം നമുക്ക് സ്റ്റേജിൻ്റെ പരിമിതികൾ നമുക്കറിയാം, അതുപോലെ പല ഇതുണ്ട്. അപ്പോൾ അതോടൊപ്പം കൊച്ചു കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ടും ഞാൻ പ്രത്യേകം എടുത്തു ചോദിക്കുന്നു, ഈ മാജിക് സ്റ്റേജിൽ കാണുമ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർ മാജിക് ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു മജിഷ്യൻ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഐറ്റം പൊളിയുകയാണെങ്കിൽ അതിൻ്റെ രഹസ്യം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നിങ്ങളുടെ എല്ലാം ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു മാജിക് പഠിപ്പിക്കാം. മാജിക് പഠിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കൈപൊക്കാവോ? ഓക്കെ, കൈ താഴ്ത്തിക്കോ. സാധാരണ ചീട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു വലിയ ജംബോ കാർഡാണ്. ഇതിന്റെ നടുഭാഗത്ത് ഒരു ഡയമണ്ട് പുള്ളി വെട്ടിപ്പൊട്ടിച്ചിട്ടുണ്ട്. നേരെ മറു സൈഡിൽ പടമല്ല, വീണ്ടും 4 ഡയമണ്ട് പുള്ളികൾ. അപ്പോൾ മാജിക്കിൽ എടുക്കുന്ന ചീട്ടിന്റെ ഒരു സൈഡിൽ ഒരു ഡയമണ്ടും മറു സൈഡിൽ 4 ഡയമണ്ട് പുള്ളികളും. ഇനി മാജിക് അവതരിപ്പിച്ചു കഴിയുമ്പോൾ 1 എന്ന് പറഞ്ഞെടുത്ത് ഒരിക്കൽ കൂടി തിരിക്കുകയാണെങ്കിൽ 1, 2, 3 ഡയമണ്ട് പുള്ളികളും, 4 എന്ന് പറഞ്ഞെടുത്ത് ഒരിക്കൽ കൂടി തിരിക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ഡയമണ്ട് കാണിക്കാൻ സാധിക്കും. ഞാൻ ആദ്യം മുതൽ കാണിക്കാം. നമ്മൾ ആദ്യം കാണിക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു ഡയമണ്ട് പുള്ളിയും മറു സൈഡിൽ 4 ഡയമണ്ട് പുള്ളികളും. ഇനി മാജിക് അവതരിപ്പിച്ചു കഴിയുമ്പോൾ 1 എന്ന് പറഞ്ഞെടുത്ത് 3 ഡയമണ്ടും 4 എന്ന് പറഞ്ഞെടുത്ത് 6 ഡയമണ്ടും കാണിക്കാൻ സാധിക്കും. ഇനി ഈ മാജിക്കിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരാം. ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ 1 എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇവിടെ ഒരു ഡയമണ്ട് അല്ല, 2 ഡയമണ്ട് ഉണ്ട്. രണ്ടാമത്തെ ഡയമണ്ട് ഞാൻ കൈകൊണ്ട് മറച്ചു പിടിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ 1 എന്ന് പറഞ്ഞത്. വീണ്ടും മറു സൈഡിൽ 4 എന്ന് പറയുമ്പോൾ ഇവിടെയും 4 ഡയമണ്ട് അല്ല, 5 ഡയമണ്ട് ഉണ്ട്. ഇവിടെയും 5ാമത്തെ ഡയമണ്ട് കൈകൊണ്ട് മറച്ചു പിടിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ 4 എന്ന് പറഞ്ഞത്. വീണ്ടും മറു സൈഡിൽ 1, 2, 3 എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവിടെ 3 ഡയമണ്ട് ഇല്ല. ഇവിടെ കൈ മറച്ചു പിടിച്ചുകൊണ്ട് 3 എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിൽ വരുത്തിയിരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇവിടെ 3 ഡയമണ്ട് ഇല്ല, 2 ഡയമണ്ട് മാത്രമേ ഉള്ളൂ. വീണ്ടും മറു സൈഡിൽ 1, 2, 3, 4, 5, 6 എന്ന് പറയുമ്പോൾ ഇവിടെയും 6 ഡയമണ്ട് ഇല്ല. ഇവിടെയും കൈ മറച്ചു പിടിച്ചുകൊണ്ട് 6 എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിൽ വരുത്തിയിരിക്കുകയാണ് ചെയ്തത്. ഇവിടെയും 6 ഡയമണ്ട് ഇല്ല, 5 ഡയമണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മാജിക് ആണ്. അപ്പോൾ മാജിക് എടുക്കുന്ന കാർഡിന്റെ ഒരു സൈഡിൽ 5 ഡയമണ്ടും മറു സൈഡിൽ 2 ഡയമണ്ടും വെട്ടി പൊട്ടിച്ച ഒരു വലിയ ജംബോ കാർഡ് എടുക്കുക. അതിനുശേഷം വളരെ രസകരമായിട്ട് ഈ മാജിക് അവതരിപ്പിക്കുക.